ഹലോ, ഇന്ന് പുതിയൊരു ആരോഗ്യ പ്രശ്നത്തിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. സാധാരണ പല പേഷ്യൻസും പലപ്പോഴും ഒ പിയിൽ വന്ന് പറയാറുണ്ട്, ഇന്നലെ രാത്രി കിടന്നുറങ്ങുമായിരുന്നു, ഒന്ന് ചരിഞ്ഞതേ ഉള്ളൂ, ചുറ്റും മുറി മുഴുവൻ കറങ്ങുന്ന മാതിരി തോന്നി, കട്ടിൽ നിന്ന് വീഴുമോ എന്ന് ഭയന്നു, അത് കാരണം വീണ്ടും തിരിച്ചു കിടന്നു, അപ്പോൾ വൊമിറ്റ് ചെയ്യാൻ സെൻസേഷൻ വന്നു. മറ്റ് ചില പേഷ്യൻസ് എന്ന് പറയും, ഒന്ന് കുനിഞ്ഞൊരു വസ്തു എടുത്തതേ ഉള്ളൂ, വലിയ ഭാരം ഉണ്ടായിരുന്നതല്ല, പക്ഷേ നിവർന്നപ്പോൾ മൊത്തം മുറിയും കറങ്ങുമായിരുന്നു, വൊമിറ്റ് ചെയ്യാൻ തോന്നി, വിയർത്തു. പിന്നെ വേറെ ചിലർ പറയാറുണ്ട്, ഒന്ന് കിടന്നിട്ടൊന്ന് എഴുന്നേറ്റതേ ഉള്ളൂ, ഞാൻ സ്വയം ആടുകയാണോ എന്നൊരു സംശയം വന്നു, ചെറിയൊരു ഓർക്കാനും പോലെയൊക്കെ തോന്നി. എന്താണിതിന് കാരണം? അങ്ങനെ വന്നാൽ വീട്ടിൽ നമുക്ക് എന്ത് ഫസ്റ്റ് എയ്ഡ് ചെയ്യാം? നമ്മൾ സ്ഥായിയായിട്ട് വളരെ സ്റ്റേബിളായിട്ട് ഇരിക്കുകയോ കിടക്കുകയോ നിൽക്കുകയോ ചെയ്യുകയും ചുറ്റുമുള്ള എൻവയോൺമെൻറ്റ്, ചുറ്റുമുള്ള സാധനങ്ങൾ സ്പിൻ ചെയ്യുക അല്ലെങ്കിൽ കറങ്ങുക എന്ന് തോന്നുന്നത് തന്നെ നമ്മൾ തലകറക്കം അല്ലെങ്കിൽ തലചുറ്റൽ എന്നാണ് പറയാറ്. അതിന് മെഡിക്കൽ ശാസ്ത്രത്തിലൊരു പദമുണ്ട്, വെർട്ടൈഗോ. ഈ വെർട്ടൈഗോ എന്നുള്ളത് ഒരു രോഗമല്ല, ഒരു രോഗലക്ഷണമാണ്. പല രോഗങ്ങളുടെ ഒരു ലക്ഷണമാണ് വെർട്ടൈഗോ. ചിലപ്പോൾ വെർട്ടൈഗോ വെറും ചുറ്റൽ മാത്രമായിട്ടല്ല തോന്നിക്കുന്നത്. ചിലർക്ക് വോമിറ്റിംഗ് സെൻസേഷൻ, ഛർദ്ദിക്കണമെന്നുള്ള തോന്നലായിരിക്കും, ചിലർക്ക് ഛർദ്ദിലായിരിക്കും, മറ്റു ചിലർക്ക് തലവേദനയായിരിക്കാം, ചിലപ്പോൾ ചെവിയിൽ മൂളലോ എരപ്പോ ഒക്കെ ആയിരിക്കാം, മറ്റു ചിലർക്ക് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കൈയോ കാലോ ഒരു തളർച്ചയാകാം. അപ്പോൾ ഏത് അസുഖം കൊണ്ടാണോ തലചുറ്റൽ അല്ലെങ്കിൽ വെർട്ടൈഗോ ഉണ്ടാകുന്നത്, അതിൻ്റെ ലക്ഷണങ്ങളും ഈ തലചുറ്റലിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് തലചുറ്റൽ ഉണ്ടാകുന്നത്? പലതരം അസുഖങ്ങൾക്ക്. സാധാരണ വെറും നിസ്സാരമായി ഇപ്പോൾ ജലദോഷം വന്നോ, മൂക്കൊക്കെ അടഞ്ഞിരിക്കുന്നു, അപ്പം നമ്മളൊന്ന് ചീറ്റിയാലും ഈ വെർട്ടൈഗോ ഉണ്ടാകും, യൂസ്റ്റേഷ്യൻ ട്യൂബൽ ബ്ലോക്ക് കൊണ്ട്. അവിടം തൊട്ട് ആന്തരചെവിയിൽ, ഉൾച്ചെവിയിൽ വെസ്റ്റിബുലർ ലാബിറിന്തിലെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ വരാം, ബ്രെയിനിനെ ബാധിക്കുന്ന സ്ട്രോക്കോ ട്യൂമേഴ്സോ ഒക്കെ വെർട്ടൈഗോ ഉണ്ടാക്കാം. അപ്പം വെർട്ടൈഗോ എന്നുള്ള ലക്ഷണം വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കാണേണ്ടതാണ്, വളരെ നിസ്സാരക്കാരനല്ല. വെർട്ടൈഗോയിൽ ഏറ്റവും സാധാരണമായി കാണുന്നത് പോസ്റ്ററൽ വെർട്ടൈഗോ അല്ലെങ്കിൽ പൊസിഷണൽ വെർട്ടൈഗോ. നമ്മുടെ സാധാരണ എല്ലാവരും പറയാറില്ലേ, ഇയർ ബാലൻസ് തെറ്റിയെന്ന്. ആ ഇയർ ബാലൻസ് തെറ്റുന്നതിന് നമ്മൾ മെഡിക്കൽ ശാസ്ത്രത്തിൽ വലിയൊരു പേരുണ്ട്, ബിനൈൽ പരോക്സിസ്മൽ പൊസിഷണൽ വെർട്ടൈഗോ. നമുക്ക് പോസ്റ്ററൽ വെർട്ടൈഗോ എന്ന് തൽക്കാലം പറയാം. ഈ പോസ്റ്ററൽ വെർട്ടൈഗോ ആണ് വെർട്ടൈഗോസിൽ ഏറ്റവും സാധാരണമായിട്ട് കാണുന്നത്. ഏതാണ്ട് 50 വയസ്സിന് മുകളിലുള്ള, 50 തൊട്ട് 70 വയസ്സ് വരെ ഉള്ളവരിലാണ് സാധാരണ കാണുന്നത്. ഇന്ന് ഒരുപക്ഷെ 40 വയസ്സിന് മുകളിലുള്ളവർക്കും കണ്ടേക്കാം. സ്ത്രീകളിലാണ് ഇത് കൂടുതലാണ്. 3 സ്ത്രീകൾക്ക് ഒരു പുരുഷൻ എന്നുള്ള ഒരു അനുപാതത്തിലാണ് വെർട്ടൈഗോ സാധാരണയായിട്ട് കാണുന്നത്. ഈ വെർട്ടൈഗോ എന്തുകൊണ്ടാണ് വെർട്ടൈഗോ വരുന്നത്? അത് നമ്മുടെ ബാലൻസ് തെറ്റുന്നത് കൊണ്ടാണ്. എങ്ങനെയാണ് മനുഷ്യ ശരീരത്തിലെ ബാലൻസ് നിയന്ത്രിക്കുന്നത്? അത് വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് കാര്യമാണ്. കാരണം ഒരു അവയവം മാത്രമല്ല, പല അവയവങ്ങൾ ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത് ബ്രെയിനുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു അവസ്ഥയാണ് ഈ ബാലൻസ് എന്ന് പറയുന്നത്. നമ്മൾ തല ചേരിക്കുന്നു, തല കുനിക്കുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു, അപ്പോഴൊന്നും നമുക്ക് ചുറ്റലൊന്നും ഉണ്ടാകാറില്ല സാധാരണഗതിയിൽ. കാരണം അതിന് നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ട് ഒരു ഭാഗം എന്ന് പറയുന്നത് ഉൾച്ചെവിയിൽ വെസ്റ്റിബുലർ ലാബിറിന്ത്. അത് മാത്രമായിട്ടല്ല, പിന്നെ കണ്ണ്, മസില്, ജോയിൻ്റ്, തൊലി, ഇതിൽ നിന്നുള്ള ഇതിലെല്ലാം ഉള്ള മെസ്സേജസ് നേരെ തലച്ചോറിൽ പോവുകയും, തലച്ചോറിൽ സെറിബെല്ലവും ബ്രെയിൻ സ്റ്റോമും 2 പാർട്ടുണ്ട്. ഇത് 2 സെറിബെല്ലമാണ് കൂടുതൽ ചെയ്യുന്ന, ബ്രെയിൻ സ്റ്റോമുമായിട്ടും കോർഡിനേറ്റ് ചെയ്ത് മെസ്സേജുകൾ തിരിച്ച് നമ്മുടെ മസിലിനും ജോയിൻറ്റിനും ഒക്കെ കൊടുത്ത് നമ്മുടെ ഈ കറക്കം വരുമ്പോഴും ഈ ചുറ്റൽ വരാതെ, നമ്മൾ കറങ്ങുമ്പോഴും തിരിയുമ്പോഴും ചുറ്റൽ വരാതെ കീപ്പ് ചെയ്യും. എന്താണ് വെസ്റ്റിബുലർ ലാബിറിന്ത്? വെസ്റ്റിബുലർ ലാബിറിന്ത് നമ്മുടെ ഉൾച്ചെവിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ വെസ്റ്റിബുലർ ലാബിറിന്തിന് 3 സെമി സർക്കുലർ കനാലും ഒരു
ഓട്ടോലിത്ത് ഓർഗനും ഉണ്ട്. ഓട്ടോലിത്ത് ഓർഗൻ എന്ന് വെച്ചാൽ യൂട്രിക്കിളും 2 സാക്സ് ചേരുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ഈ സെമി സർക്കുലർ കനാലിൽ നമ്മുടെ രക്തക്കുഴലിൽ രക്തം ഓടുന്നത് പോലെ സെമി സർക്കുലർ കനാലിൽ എൻഡോലിഫ് എന്നുള്ളൊരു ദ്രാവകം ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അത് നമ്മുടെ തല ചരിക്കുമ്പോഴോ കുനിക്കുമ്പോഴോ ആ എൻഡോലിഫിൽ മൂവ്മെൻറ്റ് വരും, അതിൽ ചലനം ഉണ്ടാവും. ഈ ഓരോ സെമി സർക്കുലർ കനാലിൻ്റെയും പാദഭാഗത്ത് ആംബുല എന്നുള്ളൊരു വീർത്ത സ്ട്രക്ചറുണ്ട്. ആ ആംബുലയ്ക്കകത്ത് കൊച്ചു കൊച്ചു ഇങ്ങനെ രോമങ്ങൾ പോലെ ഹെയറുകൾ പോലെ നിൽപ്പുണ്ട്. ഈ എൻഡോലിഫ് ഒന്ന് ഈ രോമങ്ങളിൽ തട്ടുമ്പോൾ നമ്മുടെ തല ചരിയുമ്പോഴോ കുനിയുമ്പോഴോ ഒക്കെ എൻഡോലിഫ് മൂവ് ചെയ്തൊന്ന് ഈ ഹെയർ സെൽസിൽ തട്ടും. അപ്പോൾ അതിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ചാണ് നമ്മുടെ തല ചരിയും. ആ മൂവ്മെൻറ്റിൻ്റെ മെസ്സേജ് അങ്ങ് സെർബലത്തിൽ പോവുകയും സെർബലം നമ്മുടെ ശരീരത്തിനെ അങ്ങനെ മൂവ് ചെയ്താലും ചുറ്റൽ വരാതെ സംരക്ഷിക്കുകയും ചെയ്യും. ഇനി ചില അവസരത്തിൽ ഈ ഓട്ടോലിത്ത് ഓർഗനിൽ കുറച്ച് കാൽഷ്യം കാർബണേറ്റ്, ഓട്ടോലിത്സ് എന്ന് പറയും, കാൽഷ്യം കാർബണേറ്റിൻ്റെ കുറച്ച് ക്രിസ്റ്റൽസ് ഉണ്ടാകും, കുറച്ച് ചെറിയ കല്ലുകൾ. ആ കല്ലുകൾ അതിൽ നിന്ന് പൊട്ടി ഈ എൻഡോലിഫിലേക്ക് വീഴും. ഈ എൻഡോലിഫിലേക്ക് വീഴും, എൻഡോലിഫിൽ കൂടെ കറങ്ങി നമ്മുടെ ആംബുലയിലെ ഹെയർ സെല്ലിൽ വരികയും, അപ്പോൾ നമുക്കറിയാമല്ലോ ഒരു കല്ല് എന്ന് പറയുമ്പോൾ ഭാരമുള്ള ഒരു സാധനമാണല്ലോ. അപ്പോൾ ഒരു സൊല്യൂഷനിൽ ഒരു ലിക്വിഡിൽ ഇച്ചിരി ഭാരമുള്ളൊരു സാധനം കൂടി വന്ന് ഹെയർ സെല്ലിൽ തട്ടുമ്പോഴോ അത് കൂടുതൽ ചരിയും അല്ലേ. അപ്പോൾ കൂടുതൽ ചരിയുമ്പോൾ ആ കൂടുതൽ ചരിയാനുള്ള മെസ്സേജ് ബ്രെയിനിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ബ്രെയിൻ നമ്മളെ കൂടുതൽ ചരിയിപ്പിക്കുന്നതായിട്ട് തോന്നും. അങ്ങനെയാണ് നമുക്ക് ഈ വെർട്ടിഗോ എന്നുള്ളത് ഉണ്ടാകുന്നത്. നമ്മളൊരു എഴുന്നേറ്റിരുന്ന് ഒരു 45 ഡിഗ്രി തല ചരിച്ചിട്ട്, ഇപ്പോൾ വലത്ത് വശത്തേക്ക് തല ചരിച്ചിട്ട് കറക്റ്റ് ഇടതുവശത്തേക്ക് അങ്ങ് വീഴുക, ഇടതുവശത്തേക്ക് കിടക്കുക, ഒരു 30 സെക്കൻഡ് അങ്ങനെ കിടക്കുക.
അത് കഴിഞ്ഞ് തിരിച്ചു അതേപോലെ എടുത്ത് വലത്തുവശത്തേക്ക് തല ചെരിച്ച് 45 ഡിഗ്രി ചരിച്ചിട്ട് ഇടത്തേക്ക് ചരിയുക. അത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം മാറുമോ എന്ന്. ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ENT സ്പെഷ്യലിസ്റ്റിനെ കാണിക്കുക, ഭയക്കാതെ. അപ്പോൾ പൊസിഷണൽ വെർട്ടിഗോ പറ്റി എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാണാം അടുത്തൊരു വീഡിയോയുമായിട്ട്.